ഒരു സൂപ്പർ ബൈക്കും വാങ്ങി അതിൽ മനുഷ്യൻ്റെ ചെവിട് അടിച്ചു പോകുന്ന രീതിയിലുള്ള സൈലൻസറുകൾ പിടിപ്പിക്കുക, ഹെഡ്ലൈറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ, നിയോൺ ലൈറ്റുകൾ, LED ഫിറ്റിങ്സുകൾ, ഈ രീതിയിലുള്ള മോഡിഫിക്കേഷൻ രൂപമാറ്റങ്ങളെല്ലാം വരുത്തുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ഇങ്ങനെയുള്ള ചെത്ത് വീരന്മാർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലെ ലഭിക്കുന്ന ആ നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളും കനത്ത പിഴയുമാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ എൻ്റെ ചാനലിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു വാഹനത്തിൽ വലിയ സൈസിലുള്ള ടയറുകൾ, അതിൽ നിയമപരമായിട്ട് പിടിപ്പിക്കേണ്ട ആ ടയറുകൾക്ക് വിരുദ്ധമായിട്ടുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ടയറുകളും സൈസ് അല്ലാത്ത രീതിയിലുള്ള അലോയ് വീലുകളും പിടിപ്പിച്ചതിന് ആ വാഹനത്തിനെതിരെ നടപടിയെടുക്കുകയും അതിന് അടച്ച പിഴ എന്ന് പറയുന്നത് ഓരോ വീലിനും 5000 രൂപ കണക്കിൽ 20,000 രൂപ പിഴയാണ് അവരോട് അല്ലെങ്കിൽ അടയ്ക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ കോടതിയിൽ പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട കോടതി തന്നെ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് പറഞ്ഞിട്ടുള്ളത് അവരുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുക. ഈ വാഹനം ഇങ്ങനെ രൂപമാറ്റം വരുത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിയുടെ അയാളുടെ ലൈസൻസ് കുറഞ്ഞത് 3 മാസത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്യുക എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. ആലപ്പുഴയിലുള്ള ഒരു വിദ്വാൻ ഒരു ടൊയോട്ട കാറിനകത്ത് ഒരു നീന്തൽക്കുളമെല്ലാം സജ്ജീകരിച്ച് ആ വാഹനത്തിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ, അതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്ലേസിൽ അവരുടെ വീട്ടിലെങ്കിലുമാണ്, അവരുടെ കോമ്പൗണ്ടിന് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു വിരോധവുമില്ല. പക്ഷേ ആ വാഹനവുമായിട്ട് ഈ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ അവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആ വാഹനം റോഡിൽ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഇത്ര കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. സാധാരണ ഇത് കാണുന്ന ആളുകളൊന്ന് ചിന്തിച്ചാൽ അറിയാം എന്ത് സന്ദേശമാണ് ഇവർ നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ ഒരു വാഹനം നിർമ്മിച്ച ഒരാൾ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഒരു വാഹനം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വാഹനത്തിന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്നുള്ളത് അത് നിർമ്മിച്ച കമ്പനിക്ക് അറിയാം. അതിനനുസരിച്ചാണ് അതിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനു പുറമെ നമുക്ക് തോന്നിയ മാതിരി ആ വാഹനത്തിൻ്റെ ഗതി തെറ്റുന്ന രീതിയിലുള്ള അതിലേക്ക് വരുന്ന ഏത് തരത്തിലുള്ള വെയിറ്റ് ബാലൻസ് ചെയ്യപ്പെടാത്ത വെയിറ്റുകളും അതിൻ്റെ ഗതിയെ ബാധിക്കുകയും അത് അവർക്ക് തന്നെയല്ല മറ്റ് ആ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും കൂടി അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരും എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ പറയുന്ന ഓൾട്ടറേഷൻസ് എല്ലാം സർക്കാർ അത് നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അത് നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കാറായാലും മോട്ടോർ സൈക്കിളായാലും ആവശ്യമില്ലാത്ത ഫിറ്റിങ്സുകൾ നടത്തുന്നവരെ ശ്രദ്ധിക്കുക. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ അത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ശരിയായ രീതിയിലാണോ എന്ന് പരിശോധിക്കുക. നിങ്ങൾക്കത് ഏത് തരത്തിലാണ് അത് പ്രദർശിപ്പിക്കേണ്ടതെന്നുള്ളതിന് അറിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് എല്ലാ മോട്ടോർ സൈക്കിളുകളും കാറുകളും പുതിയതായിട്ട് രജിസ്ട്രേഷൻ നടത്തി കിട്ടുമ്പോൾ അതിൻ്റെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് എങ്ങനെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ സൈസിലാണോ തങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ എന്ന് പരിശോധിക്കുക. 3000 രൂപ കൃത്യമായ രീതിയിൽ അത് പിഴയായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കും. നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുള്ള രീതിയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും മാക്സിമം പിഴ ഈടാക്കി സർക്കാരിന് സമർപ്പിക്കും. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ പിഴ വന്നു, അത് നമ്മൾ സമയത്ത് അടയ്ക്കാതെ വന്നു, ഇത് കോടതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ 500 രൂപയാണ് ഹെൽമറ്റ് വെക്കാതെ വാഹനം ഓടിക്കുന്നതിൻ്റെ പിഴ. 500 രൂപയെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ വാഹന നിയമം ഈ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ കേന്ദ്ര നിയമം അനുസരിച്ച് 1000 രൂപയാണ്. അപ്പോൾ അത് കോടതിയിലേക്ക് പോകുമ്പോൾ 500 രൂപ പിഴ അടയ്ക്കാനായിട്ട് MVDയുടെ നിർദ്ദേശം ലഭിച്ചിട്ട് അടച്ചിട്ടില്ല. അത് കോടതിയിലേക്ക് ഈ ചലാൻ പോയി കഴിഞ്ഞാൽ കോടതിക്ക് അത് 1000 രൂപ പിഴ അടയ്ക്കാനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചലാൻ ലഭിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ കോടതി നടപടികളിലേക്ക് ഒരു വാഹനം പെട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്നു, കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ തിരിച്ചു കിട്ടൂ എന്ന് വന്നാൽ അത് മാസങ്ങളോളം കഴിഞ്ഞ് മാത്രമേ ആ വാഹനം ലഭിക്കുകയുള്ളൂ. മാസങ്ങളോളം ഒരു വാഹനം പോലീസ് സ്റ്റേഷനിൽ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വാഹനം തുരുമ്പ് പിടിച്ച് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയി മാറും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്, പുകമലിനീകരണം നടത്തുന്ന വാഹനങ്ങൾ, അനാവശ്യമായ രീതിയിൽ ഈ ലൈറ്റ് ഫിറ്റിങ്സുകൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾ, ഇപ്പോൾ കോൺട്രാക്ട് കാരിയേജുകളാണെങ്കിലോ ഏത് വാഹനങ്ങളാണെങ്കിലോ അതിന് നിയമപരമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻഭാഗത്തേക്ക് കാണുന്ന ലൈറ്റുകളെല്ലാം
വെള്ള നിറത്തിൽ, അതായത് മഞ്ഞയോ വെള്ള നിറത്തിലോ വരുന്ന ലൈറ്റുകളും, പുറകിലേക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള കളേർഡ് ലൈറ്റുകൾ LED പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് അനുമതിയുള്ളൂ. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് വരുന്ന എല്ലാ കേസുകളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ല കനത്ത പിഴ ലഭിക്കും. കൂടാതെ ഈ പറയുന്ന പുകമലിനീകരണം, കൂടുതലായിട്ടുള്ള ലൈറ്റുകൾ, അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ, അത് സൈലൻസറുകളും തന്നെയല്ല, ഒരു വാഹനത്തിൽ ഏറ്റവും കൂടിയാൽ 110 ഡെസിബൽ, അതിന് മേലെ വരുന്ന ഒരു സൗണ്ടും പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ശബ്ദമലിനീകരണം നടത്തുന്ന വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ റദ്ദ് ചെയ്യാൻ വരെയുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിന് നൽകുകയാണ്. അത് മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നത് കോടതിയുടെ പരിഗണനയിലേക്ക് വിടുകയും കോടതി തന്നെ അത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെൻറ്റ് RTOമാർ അപ്പോൾ ഇതുപോലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ പറയുന്ന വാഹനങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം കോടതിക്ക് സമർപ്പിക്കുക. കോടതി പിന്നീട് ഇനി കൂടുതൽ ശിക്ഷാ നടപടികൾ വേണമോ എന്ന് കോടതി തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ പലപ്പോഴും പല ചെത്തുവീരന്മാരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ ധാരാളം മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് കണ്ണം ചിപ്പിക്കുന്ന കളറിലും ഒക്കെ ഉള്ള ലൈറ്റുകളൊക്കെ ഉള്ള വാഹനങ്ങളായിരിക്കാം. അത് താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആ വാഹനങ്ങൾ ഇവിടെ ഓടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ വ്ളോഗർമാർ ഇപ്പോൾ ഈ ഒരു നിയമലംഘനം അത് കാട്ടുന്ന വഴിയാണ് അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുക. അപ്പോൾ അങ്ങനെ ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ, അങ്ങനെ അത് ഏത് പ്ലാറ്റ്ഫോമിലാണോ, ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ടുള്ള നടപടികൾ, അത് ഇവരിൽ ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അത് ലംഘിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ അറിയിക്കുക. അതുകൂടാതെ വ്ളോഗർമാരിപ്പോൾ ഒരു ഡ്രൈവറുടെ ക്യാബിനിൽ കയറി അയാളുമായിട്ട് സംസാരിക്കുകയോ അയാളുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അങ്ങനെ ഉള്ള പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ എല്ലാം കർശന നടപടി ഉണ്ടാകും. ഈ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക. അതായത് വീഡിയോയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വരുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കി പല്ലിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും വരാൻ പോകുന്ന അവരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വന്തം പോക്കറ്റിലെ കാശ് സർക്കാരിന് നൽകാനാണെന്നുണ്ടെങ്കിൽ ഒരു വിരോധവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനാദ്യം ചെയ്യേണ്ടത് RTO ഓഫീസിൻ്റെ അനുമതി തേടുക. അതിനു മുൻപായിട്ട് തന്നെ ഇപ്പോൾ ഡീലർമാരെ സമീപിച്ചുകൊണ്ട് അവരോട് ചോദിക്കുക, ഈ രീതിയിലുള്ള രൂപമാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമോ? അവർക്ക് രൂപമാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അനുമതി ഉണ്ട്. അത് ഈ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഇന്ത്യ പോലുള്ള ഈ ലൈസൻസിങ് ഏജൻസികൾ അവർ നിർദ്ദേശിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകളും അതിൽ പിടിപ്പിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അല്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിങ്സുകളും പിടിപ്പിക്കാനായിട്ട് അവർക്ക് പോലും അനുമതിയില്ല. അങ്ങനെ ചെയ്താൽ 1 ലക്ഷം രൂപ വരെ അവർ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്, ഇന്ന മാറ്റം വരുത്താമോ, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നേരെ RTO ഓഫീസിനെ സമീപിക്കുക, RTOയുടെ അനുമതി തേടുക. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു RTOയും ഇതുപോലുള്ള ഒരു ഓൾട്ടറേഷൻസിനും അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം.